മഴക്കാലമായാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് മാറാല വരും. അതുപോലെ പൂപ്പലിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പം, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. നമ്മൾ പലർക്ക് സാധനങ്ങൾ വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളിലാണെങ്കിലും തുണി വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും ഒരു ഈർപ്പത്തിൻ്റെ മണം, എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. വളരെ അധികം ഉപകാരപ്രദമായ കുറേ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ഒരാഴ്ചത്തേക്ക് പച്ചക്കറി മേടിച്ചതിനാൽ അരിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ 2-3 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ എടുക്കണം കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഞാൻ വെക്കാറില്ല. അതിൻ്റെ ഗുണം കൂടുതൽ പോകുമെന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ അധികം വെക്കാത്തത്. പിന്നെ നമ്മൾ അത്യാവശ്യം എടുക്കാൻ വൈകുന്ന പച്ചക്കറികൾ മാത്രം അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വയ്ക്കുന്ന പച്ചക്കറികൾ ഈ മഴക്കാലമാകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചീവ് വരിക, അതുപോലെ പെട്ടെന്ന് ചെറുപ്രാണികൾ വരിക, പുഴു വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുണ്ടല്ലേ മഴക്കാലം ആകുമ്പോൾ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മളുടെ വെളുത്തുള്ളിയുടെ തൊലി കേട്ടോ. വെറുതെ കളയുന്ന വെളുത്തുള്ളിയുടെ തൊലി ഇതുപോലെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം ഒരാഴ്ച നിൽക്കുന്ന ഒരു പച്ചക്കറി ആണെങ്കിൽ അത് 2 ആഴ്ച 3 ആഴ്ചയോളം ചീത്താകാതെ ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് തണുപ്പ് കാലം വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ചെവി വേദന. അത് കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും വരുന്ന ഒരു അസ്വസ്ഥതയാണ്. തണുപ്പ് കൂടുതൽ അടിക്കുമ്പോൾ നമുക്ക് ചെവി രണ്ടും വേദന എടുക്കും അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ചെവി വേദനയൊക്കെ ആണെങ്കിൽ, നമുക്കിപ്പോൾ പഴുപ്പില്ല, ഒരു ചെവി കടച്ചൽ പോലെ വേദനയൊക്കെ ആണെങ്കിൽ ഇത് സൂപ്പർ ഒരു ടിപ്പാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു ചെവി വേദന. ചെറു ചൂടോടു കൂടിയിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് പൊള്ളാത്ത രീതിയിൽ, പൊള്ളരുത് കേട്ടോ ഒരിക്കലും. എൻ്റെ മോനിക്ക് ഭയങ്കര മടിയാണ്, പക്ഷെ ചെവി വേദന എന്ന് പറഞ്ഞ് കരയണമായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്താൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അതും ആശ്വാസം കിട്ടും കേട്ടോ. പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ തന്നെ കാണിക്കണം. ഒരു വെളുത്തുള്ളി ഇതുപോലെ തലേണേൻ്റെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും നമ്മളുടെ വെളുത്തുള്ളിയും കൂടെ ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചാൽ പല്ലി ശല്യം, അതുപോലെ തന്നെ ചെറു പ്രാണികളുടെ ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. ഈർപ്പത്തിൻ്റെ മണവും ഉണ്ടാവില്ല. കോഫി കൂടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അത് ഇരുന്നോളും കേട്ടോ. അടുത്തതായിട്ട് നമ്മളൊരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. രാത്രി ശല്യമായ പാറ്റയും അതുപോലെ പല്ലിയുടെ ശല്യം അടുക്കളയിലും കൗണ്ടർ ടോപ്പിലും ഇല്ലാതിരിക്കാൻ 1 ഗ്രാമ്പു വെച്ച് വെളുത്തുള്ളി ഇതുപോലെ വെച്ച് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആ ഒരു വെളുത്തുള്ളി മാറ്റിക്കളഞ്ഞാൽ മതി. അടുത്തതായിട്ട് അരിമ്പാറ, അതുപോലെ തന്നെ ദശ ചെറുതായിട്ട് വളരൂല, ഇങ്ങനെ പൊടി പോലെ, അത് കളയാനൊക്കെ നമുക്ക് 3-4 വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് അതിൻ്റെ നീരെടുക്കുക. അതിലേക്ക് നമ്മൾ നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ അരിമ്പാറക്കും വളരെ നല്ലതാണ്. അതുപോലെ ഇതുപോലെ ചെറുതായിട്ട് ദശ വളരുന്നതിനും നല്ലതാണ് കേട്ടോ. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇപ്പം ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 4 ദിവസം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതാണ്. വലിയ അരിമ്പാറയ്ക്കാണെങ്കിൽ ഒരാഴ്ചയോളം നമ്മളിത് വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3-4 ദിവസം വെച്ച് അവസാനത്തെ ദിവസമോ ഞാൻ ഇത് വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. വെച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് അടന്നു വന്നിട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ രാത്രി കിടക്കണ സമയത്ത് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് കിടന്നാൽ മാത്രം മതി. ഒരാഴ്ച കൊണ്ട് തന്നെ അത് അടന്നു വരുന്നതായിട്ട് കാണാൻ സഹായിക്കും കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് അടന്ന് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഇത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, അതൊന്ന് അടന്ന് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ദശ വളരൽ അവിടെ വന്നിട്ടുമില്ല കേട്ടോ. പിന്നെ ഒരു തരി പോലും വന്നിട്ടില്ല. ആ ഒരു ഇതുപോലെ വെച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വളർന്നിട്ടുമില്ല കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കുക. കരിയിച്ച് കളയുന്നതിനേക്കാളും നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ മെഴുക് ചെറുതായി കഷ്ണിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണ വളരെ നല്ലതാണ്. മെഡിസിൻ വാല്യൂള്ള ഒരു എണ്ണയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക്. കുറച്ച് വെളുത്തുള്ളിയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മെഴുകും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മെൽറ്റ് ചെയ്യുക. ഈ മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലിൻ്റെ അടിയിലുണ്ടാകുന്ന വളംകടി എന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ട് വേദന സഹിക്കാൻ പറ്റില്ല. നമ്മളുടെ വിരലിൻ്റെ ഇടയിലും കാലിൻ്റെ അടിഭാഗത്തും ഒക്കെ. അതുപോലെ തന്നെ വിണ്ട് കീറുക, അതുപോലെ പാദം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. ഒരു നല്ല ഭംഗിയുള്ള പാദങ്ങളാകാനും ഇത് സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഹെയർ
ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇത്. നമ്മുടെ ആവണക്കണ്ണ മെഡിസിൻ വാല്യൂ ഉള്ളതാണെന്ന് അറിയാവുന്നതാണല്ലോ. നമ്മളുടെ നരമ്പുകൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമ്മളെ ശരീരം മൊത്തം ഒന്ന് റിലാക്സ് ആകാനായിട്ട് നമ്മളുടെ കാൽപാദം വളരെയധികം സഹായിക്കുന്ന ഒരു അവയവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മൾ നേരിയ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ചാൽ ഒരു പ്രത്യേക സുഖമല്ലേ ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മിശ്രിതം ഇതുപോലെ ഒരു തേച്ച് വെച്ച് 10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്ത് നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം തന്നെയാണ് ഇത്. നേരിയ ചൂടുവെള്ളത്തിൽ വേണം വെക്കാനും. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഇത് ചെയ്താൽ മതി. നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. കാല് നല്ല ഭംഗിയാകും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ്. വിണ്ട് കീറൽ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല, അല്ലെങ്കിൽ വളം കടി എപ്പോഴും വരുന്നുണ്ടെങ്കിലും ഇത് നല്ല ഒരു സൂപ്പർ ഹോം റെമഡിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. ആവണക്കണ്ണയൊക്കെ നമുക്കിപ്പം മറ്റേ ആയുർവേദ കടകളിലും എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. വളരെ നല്ലതാണ്. പല കാര്യങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മളുടെ അനാർക്കലി ഹെയർ ഓയിൽ മേടിച്ചവർ പിന്നെയും വാങ്ങുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ മേടിച്ചവർ അഭിപ്രായം പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എണ്ണ തേക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഹാപ്പി കസ്റ്റമർ അയച്ചു തന്നതാണ് കേട്ടോ ഇത്. അവരുടെ മുടിയുടെ വ്യത്യാസം അവർ 2-3 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് അതുപോലെ ഒരു ഡിഫറൻസ്. ഒരു 6 മാസത്തോളം അവർ ഉപയോഗിക്കുന്നത്. അപ്പം നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇതിൽ ചേർക്കുന്ന ഓരോ മരുന്നും അത്രയും സൂക്ഷ്മമായിട്ടാണ്. 21 തരം മരുന്നുകൾ, 21 അല്ല അതിൽ കൂടുതൽ മരുന്നുകൾ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. നെല്ലിക്ക ആണെങ്കിലും കാട്ടുനെല്ലിക്ക, വെള്ളച്ചന്ദനം, ഗന്ധപ്പാല, നീലാംബരി. ഗന്ധപ്പാലയ്ക്ക് മുടി കറുക്കാൻ വളരെ നല്ലതാണ്. അകാരനര മാറ്റുവാനും അതുപോലെ തന്നെ താരൻ മാറ്റി മുടി നല്ല രീതിയിൽ വളരുവാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ PCOD തൈറോയ്ഡൊക്കെ വന്നിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റുവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടും PCOD ഒക്കെ കൊണ്ടും മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു എണ്ണ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പ്രായത്തിലുണ്ടാവുന്ന നര ഒരിക്കലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. 20-30 വയസ്സുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ മുടി നരക്കുന്നുണ്ടെങ്കിൽ അവരുടെ നര സാവകാശം മാറ്റുവാനും മുടി കൊഴിച്ചിൽ മാറി നല്ല കട്ടിയുള്ള മുടി വളരുവാനും പ്രസവിച്ച കുട്ടികൾക്ക് മുതൽ 100 വയസ്സുള്ള ആളുകൾക്ക് വരെയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി എണ്ണയാണ് കേട്ടോ. നമ്മൾ ഇനി ഒരു ഫെയർനെസ് ഓയിലും കൂടെ ഇറക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടി. വാങ്ങിയവർ പിന്നെയും വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെയേറെയാണ് കേട്ടോ. 2 ദിവസം എടുത്താൽ നമ്മൾ ഈ ഒരു എണ്ണ കാച്ചി എടുക്കുന്നത് 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എണ്ണയാണ് കേട്ടോ. ഇതിൽ തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നവരെയും കാച്ചുന്നുണ്ട്. നമ്മൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മേടിച്ച ആളുകൾ പിന്നെയും വാങ്ങുമ്പോൾ നമുക്ക് അത്രത്തോളം സന്തോഷമുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയുക. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക, വിളിക്കരുത് കേട്ടോ. അടുത്തതായിട്ട് മഴക്കാലത്ത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതുപോലെ വറ്റൻ മുളക് ചതച്ച് വെച്ചാൽ പെട്ടെന്ന് പൂത്തു പോവുക എന്നുള്ള പ്രശ്നം അല്ലേ. ആദ്യമായിട്ട് ഇത് കഴുകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു നെറ്റ് ഫുള്ളായിട്ട് കളയണം കേട്ടോ. കഴുകുന്നതിന് മുമ്പ് അതുപോലെ കേട് വന്ന മുളകുകളെല്ലാം പറക്കി കളയണം. അതിനുശേഷം നമ്മളിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുക്കുമ്പോൾ കുറേ വെള്ളത്തിലിട്ട് കഴുകാതെ എന്താ പറയുക നല്ല പോലെ തന്നെ കുതിർത്തിയെടുക്കാതെ കഴുകിയെടുക്കണം കേട്ടോ. കുറേ വെള്ളത്തിലിട്ട് വെക്കാതെ ഇതുപോലെ പൈപ്പ് തുറന്ന് വെച്ചിട്ട് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ടൊരു കോട്ടൺ തുണിയോ കോട്ടൺ സഞ്ചിയോ ഇതുപോലെ എടുത്തിട്ട് നല്ലതുപോലെ തന്നെ അതിലെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കുക. കോട്ടൺ തുണിയാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇപ്പം എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. എയർ ഫ്രയറിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പല രീതിയിലുള്ള ടിപ്പുകളും ഞാൻ അതിൽ കാണിച്ചു തരുന്നുണ്ട്. എയർ ഫ്രയർ ഇല്ലാത്തവർ ഇതുപോലെ ബിരിയാണി പോട്ടിയോ വലിയ ചെമ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു തട്ടടിയിൽ വെച്ച് കൊടുത്ത് 2 തട്ടായിട്ട് നമുക്ക് ഇതുപോലെ മുളക് വെച്ച് കൊടുക്കാം. മുളക് മാത്രമല്ല കേട്ടോ, മല്ലിയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വറ്റൻ മുളക് നമ്മളുടെ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ
പെട്ടെന്ന് പൂത്തു പോകും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നമ്മൾ മിക്സിയുടെ ഈർപ്പം കളയാനായിട്ട് ഇങ്ങനെ ചൂടാകുന്ന പാത്രത്തിൻ്റെ മേളിൽ വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ഹോം ടിപ്സും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നല്ലതുപോലെ തന്നെ ഇത് നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഒരു പിടി ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഉലുവ നമ്മൾ ഈ മുളക് ചതക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പൂപ്പൽ വരാതിരിക്കുവാനും നല്ല രീതിയിൽ ഇരിക്കാനും വളരെ നല്ലതാണ് നമ്മളുടെ ഉലുവ ഇടുന്നത്. അതുപോലെ തന്നെ കറികളിലും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കുക. നമ്മൾ നല്ല ക്ലീനാക്കിയ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മാത്രം മതി. നമ്മളിത് എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഇതൊന്ന് തരി ചേർത്ത് നോക്കട്ടോ. നമ്മളെ കറിവേപ്പിലയുണ്ട്, അതുപോലെ ഉലുവയുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ കാണിച്ചു തരട്ടെ ഞാൻ. ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മളുടെ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമുക്ക് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളുടെ നല്ല ജീരകം ചേർത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുരുമുളക് പൊടി, പിന്നെ നല്ല സോഫ്റ്റ് ആകാനായിട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മളല്ലെങ്കിൽ തൈരോ നാരങ്ങ ചേർത്താലാണ് നമ്മളുടെ ചിക്കൻ സോഫ്റ്റ് ആകുന്നത്. അത് ചേർക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുന്നതാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ നല്ല ടേസ്റ്റ് ആവും, നല്ല സോഫ്റ്റ് ആകും, അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രം നമ്മളുടെ ഈ ഒരു ചതച്ച മുളക് കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. കുട്ടികൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കി തരാനേ പറയുള്ളൂ. അത്ര അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അടുത്തതായിട്ട് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളുടെ ദോശ നല്ല രീതിയിൽ വരുന്നില്ല. നമ്മൾ എത്ര തണുപ്പാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളുടെ അപ്പവും അതുപോലെ തന്നെ ദോശയൊക്കെ നല്ല പോലെ ആകുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ 2 പപ്പടം എടുക്കുക, വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് ഒന്ന് കുതിർത്തി എടുക്കുക കേട്ടോ. നമ്മൾ ദോശക്കൊക്കെ ഉള്ള പൊടി ഫ്രിഡ്ജിൽ കുറേ അധികം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. 2 ദിവസം നല്ല രീതിയിൽ വരും, 3-ാമത്തെ ദിവസം പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ പപ്പടം ചീത്താകാണ്ടിരിക്കാനായിട്ട് ഉലുവയിൽ വെച്ച് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. എത്ര കാലം വേണമെങ്കിലും ചീത്താകാതെ ഇരുന്നോളും, നല്ല പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. ഈ ഒരു പപ്പടം നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ദോശമാവിലേക്ക് മിക്സ് ചെയ്തൊന്ന് ദോശ ചുട്ടു നോക്കൂ. അത് എത്ര ആഴ്ച ഫ്രിഡ്ജിലിരുന്നതാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നല്ല ഇപ്പം നമ്മൾ മാവരച്ച് ഉണ്ടാക്കുന്ന ദോശ പോലെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടിപൊളി ഒരു ഹോം റെമഡിയാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ അപ്പത്തിന് ചെയ്താലും സൂപ്പറാണ്. അപ്പത്തിന് കൂടുതൽ നമ്മളുടെ പപ്പടം ചേർക്കരുത്, ഒരു പപ്പടമൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നാൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഓയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിച്ച് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിലുള്ള മാറാല ശല്യം മാറ്റാനായിട്ട് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. നമ്മളുടെ പച്ചക്കർപ്പൂരം കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ. നമ്മൾ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു കർപ്പൂരം ഇല്ല, അതാണ് സൂപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടീഷണറാണ് കേട്ടോ. ഷാമ്പൂ കിട്ടും. കണ്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമ്പൂ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കണ്ടീഷണർ. പലർക്കും അറിയാൻ പറ്റും, അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ചെറിയ പാക്കറ്റിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതും ചൂടുവെള്ളത്തിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സായി വരാൻ കുറച്ച് സമയം എടുക്കും, അതിനാണ് ചൂടുവെള്ളം എടുത്തത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലാണ്. നമ്മളെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി വരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമായിട്ട് ഈ ഒരു കർപ്പൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രാണികളും ഈച്ചകളും പല്ലികളൊക്കെ ശല്യം കളയാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പോകാതിരിക്കുവാനാണ് ഈ ഒരു കണ്ടീഷണർ കൂടി ഉപയോഗിക്കുന്നത്. കണ്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പിടിച്ച് അതിൽ ഇരിക്കുവാനായിട്ട്
പിടിക്കാനായിട്ട് നല്ലതാണ്. നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മളുടെ ഫാനും നമ്മളുടെ ലൈറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ തുടക്കുന്ന തുണിയിൽ ഇതുപോലെ, ഇപ്പം ഞാൻ പില്ലോ കവർ എടുത്തിട്ടാണ് നമ്മുടെ ഫാനുകളൊക്കെ തുടക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് പൊടി താഴോട്ട് പോകാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ടിപ്പാണ്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് പൊടി വീണ് കഴിഞ്ഞാൽ പിന്നെ താഴെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കവർ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അടിപൊളി ഒരു ടിപ്പല്ലേ. ഇതൊക്കെ ചെയ്ത് നോക്കാം. ഒരു സ്പ്രേ ബോട്ടിലാക്കുക. ഇനി ഈ ഒരു മിശ്രിതം തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക. പിന്നെ എടുത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മളുടെ കബോർഡുകൾ നല്ല വെട്ടിത്തിളങ്ങുവാനും അതുപോലെ പൊടി അധികം പിടിക്കാണ്ടിരിക്കുവാനും അതുപോലെ എന്താണ് പറയുക, ചെതൽ ഉച്ച വരിക അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കുവാനും ഈ ഒരു കണ്ടീഷണറും അതുപോലെ തന്നെ കർപ്പൂരവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തുടക്കുമ്പം സഹായിക്കും കേട്ടോ. നല്ല പോലെ തന്നെ ഗ്ലോ കിട്ടാനൊക്കെ കബോർഡൊക്കെ നല്ല ഗ്ലോ കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി കൊണ്ടാണ് ഇത് തുടച്ചെടുക്കേണ്ടത്. നമുക്ക് മഴക്കാലത്ത് ഉണ്ടാവുന്ന ഈർപ്പത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു മിശ്രിതം സഹായിക്കുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കർപ്പൂരവും കണ്ടീഷണറിൻ്റെ മിശ്രിതത്തിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് നമ്മൾ ഒരു സോക്സ് എടുക്കുന്നുണ്ട്. 2 സോക്സ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വൈപ്പറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഒരു വൈപ്പറിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ മുക്കി നമ്മൾ തുടച്ചാൽ ഇത്തിരിയും കൂടെ നല്ലതായിരിക്കും കേട്ടോ. സ്പ്രേ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അംശം നല്ല രീതിയിൽ ആ ഒരു മാറാല തുടക്കുമ്പം പോകണം. മാറാമ്പൽ കോലിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും സോക്സ് കൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു എട്ടുകാലിൻ്റെ ആ കൂടുകളും അതുപോലെ തന്നെ ആ മൂലയിലുള്ളതും നമ്മൾ കോലുകൾ എത്താത്ത ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ എല്ലായിടവും ഒരുപോലെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് എല്ലായിടവും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് മാസങ്ങൾ കഴിഞ്ഞാലും എട്ടുകാലിയും വരില്ല, പല്ലിയും വരില്ല, ഒന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല. എല്ലാ ടിപ്സും വളരെയധികം ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.